ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു രസത്തിന്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. സൗത്ത് ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള രസമാണ് പൈനാപ്പിൾ രസം. അപ്പൊ പൈനാപ്പിൾ രസത്തിന് ആദ്യം നമ്മള് രസപ്പൊടി റെഡിയാക്കണം. അതേപോലെ തന്നെ പിന്നെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പൈനാപ്പിൾ കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു അരക്കപ്പ് കഷ്ണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ജ്യൂസ് ആക്കിയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ എക്സ്ട്രാക്ട് ഉണ്ടല്ലോ അതും, പിന്നെ പരിപ്പ് വേവിച്ച വെള്ളവും. അതാണ് മെയിൻ ആയിട്ട് നമ്മൾ റെഡിയാക്കി വെക്കേണ്ടത്. ബാക്കിയൊക്കെ നമ്മൾ രസത്തിന് ഉപയോഗിക്കുന്ന അതേ സാധനങ്ങൾ തന്നെയാണ്. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. പിന്നെ പൈനാപ്പിൾ എടുക്കേണ്ട കാര്യത്തില് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നല്ലോണം മൂത്ത് പഴുത്തിട്ടുള്ള പൈനാപ്പിൾ ഉണ്ടാവും. നമ്മൾ ഇടയ്ക്കൊക്കെ വീട്ടിൽ വാങ്ങുന്നതല്ലേ. അപ്പൊ അത് അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള പൈനാപ്പിൾ ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് ഈ രസത്തിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അല്ലാതെ വാടിയതും മൂക്കാത്തതൊക്കെ ആണെന്നുണ്ടെങ്കിൽ രസത്തിന് അത്ര ടേസ്റ്റ് കിട്ടിക്കോണമെന്നില്ല കേട്ടോ. അഥവാ ആരെങ്കിലും ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയരുത്. നന്നാവാത്തതിന് ഒറ്റ കാരണമേ ഉള്ളൂ, നന്നായിട്ട് പഴുത്തതായിരിക്കണം. എന്നാൽ ഒരു പേടിക്കേണ്ട, ധൈര്യമായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം, ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ആദ്യം നമുക്ക് രസപ്പൊടി റെഡിയാക്കാം. അത് രസപ്പൊടിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 ടേബിൾ സ്പൂൺ മല്ലി, ബാക്കിയെല്ലാം ഓരോ ടീസ്പൂൺ ആണ് കേട്ടോ. ജീരകം, തോരൻപരിപ്പ്, കുരുമുളക്, പിന്നെ ഒരു 4-5 പിരിയമുളക്. അധികം എരിവില്ലാത്തതിന് എടുത്തോളൂ. പാത്രം ചൂടാവട്ടെ കേട്ടോ. പാത്രം ചൂടായിട്ടുണ്ട്. ഇത് ഡ്രൈ റോസ്റ്റ് അല്ല, കുറച്ച് നെയ്യ് കേട്ടോ. ഒരു ടീസ്പൂൺ തന്നെ, 3/4 ടീസ്പൂൺ മതി. കാരണം ഇതിലൊക്കെ ഒന്ന് പെരണ്ട് വരികയേ വേണ്ടൂ. നെയ്യ് പറ്റാത്തവരാണ്, ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മാത്രം എണ്ണ എന്തെങ്കിലും ഉപയോഗിച്ചോളൂ. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചു കൊടുത്തതിന് ശേഷം ആദ്യം നമുക്ക് 1 ടീസ്പൂൺ തോരൻപരിപ്പ് ഇടാം. ഇപ്പൊ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നല്ല ജീരകം, അതും 1 ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി 1 ടേബിൾ സ്പൂൺ പച്ചമല്ലി. ഒക്കെ ഒന്ന് ചൂടാവേ വേണ്ടൂ. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. ഈ മുളക് ഒന്ന് ക്രിസ്പി ആയിട്ട് വന്നു കഴിഞ്ഞാൽ മറ്റേതിന്റെ വറവും കറക്റ്റ് ആയിട്ടുണ്ടാവും. അത് നോക്കിയാൽ മതി. നല്ല വാസനയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. മുളകൊന്ന് ചുവന്നൊന്ന് ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റാം. ആറിയതിനു ശേഷം ജാറിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് ആറിയിട്ടുണ്ട്. ഇത് വളരെ നൈസായിട്ട് പൊടിക്കൊന്നും വേണ്ട കേട്ടോ. ഒന്ന് കുറച്ച് തരിതരിപ്പ് ഉണ്ടായിട്ട് കുഴപ്പമില്ല. രസത്തിന് അങ്ങനെയുള്ള പൊടിച്ചെടുക്കേണ്ടത്. അപ്പൊ മുളകിന്റെ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് ഇതിലാക്കിയിട്ടുണ്ട്. ഇനി പൊടിച്ചെടുത്തിട്ട് വരാം. അത് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ കുറച്ച് തരിതരിപ്പായിട്ട് കേട്ടോ. ഇതിവിടെ സൈഡിൽ മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. രസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഇവിടെ പാത്രം വെച്ചിട്ടുണ്ട്, ചൂടാവട്ടെ കേട്ടോ. ഇപ്പൊ പാത്രം ചൂടായിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ നെയ്യിലല്ലേ വഴറ്റിയത്, അതേപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ആദ്യം ഈ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള തക്കാളി, പൈനാപ്പിളിന്റെ കഷ്ണങ്ങളും കൂടി ഒന്ന് വഴറ്റിയിട്ടാണ് രസം ഉണ്ടാക്കുന്നത്. അപ്പൊ നെയ്യ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടമല്ലാത്ത പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ചോളൂ കേട്ടോ, കുഴപ്പമില്ല. നെയ്യ് വളരെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ, 1 ടീസ്പൂൺ തന്നെ ഇട്ടിട്ടുള്ളൂ. അപ്പൊ നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് പൈനാപ്പിളിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തക്കാളി 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് പഴുത്ത തക്കാളിയാണ്. ഇത് 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അത് ഏകദേശം 2 മിനിറ്റ് വഴറ്റിയപ്പോൾ ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. വെന്ത സമയത്ത് ഒന്നും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം
ഇഞ്ചി കഷ്ണങ്ങളാക്കിയത് ഇട്ടെടുക്കാം. ഇതിൽ വെളുത്തുള്ളി ചേർക്കണില്ല കേട്ടോ, ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ഇതിൽ ചേർക്കണില്ല. അതേപോലെ തന്നെ 2 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ചേർക്കേണ്ടത് നമ്മൾ എക്സ്ട്രാക്റ്റ് ഇല്ലേ, ജ്യൂസാക്കി അടിച്ചു വെച്ചില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് പരിപ്പ്, തോരൻ പരിപ്പ് നല്ലോണം വേവിച്ച് ഉടച്ചതാണ്, അതും കൂടെ ചേർത്തിട്ട് കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ള് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ നാരങ്ങ നീര് ഒഴിച്ചെടുക്കുന്നത്. ഒരു വലിയ ചെറുനാരങ്ങേന്റെ അരമുറി എടുത്താൽ മതി. ഇനി അതേപോലെ ചേർക്കുന്നത് ജിഞ്ചർ ജൂലിയൻസ് ആണ്, ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് കേട്ടോ. പിന്നെ കറിവേപ്പില ആദ്യം ചേർത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഫ്രഷ് ആയിട്ട് ചേർക്കുമ്പോൾ അതിന് ടേസ്റ്റ് വേറെയാണ്. പിന്നെ ആവശ്യത്തിന് മല്ലിയില. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലൊന്ന് വറുത്തെടുക്കാം. അത് വറുത്തിടാൻ വേണ്ടി പാത്രം വെച്ചിട്ട് ചൂടാവട്ടെ കേട്ടോ. ഇതിലൊരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടാവട്ടെ. ചൂടാവുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു വറ്റൽമുളക് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 2 നുള്ള് ജീരകം കേട്ടോ, നല്ല ജീരകമാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെച്ചു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ വീട്ടിൽ പൈനാപ്പിളോ കൊണ്ടില്ലേ, അപ്പൊ ഉണ്ടാക്കി നോക്കൂ. വളരെ റിച്ച് ആയിട്ടുള്ള രസമാണ്. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴോ ഇനി എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല റിച്ച് ആയിട്ടുള്ള രസം തന്നെയാണ്. ഉണ്ടാക്കിയിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.